इंडिया के साथ हर वक्त रहा और रहेगा, उसमें कोई शक नहीं। മലയാളം തന്നെയാണ് പറയുന്നത്. ഇടയ്ക്ക് മലയാളം അല്ലാത്തവരുണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു പോവാ. മലയാള പ്രസംഗം ഇൻഷാ അല്ലാഹ് മംഗലാപുരത്ത് വെച്ച് നമുക്ക് നന്നായിട്ട് പറയാം. അവിടെ കേൾക്കാൻ നിങ്ങളെല്ലാം വരണം. അതിന്റെ ഒരു പ്രചരണമാണ് ഈ യോഗം. പിന്നെ ഇവിടെ കാണാത്ത പല അത്ഭുതങ്ങളും അവിടെ നിങ്ങൾക്ക് കാണാം ഇൻഷാ അല്ലാഹ്. ഇവിടെ കേൾക്കാത്ത പല അത്ഭുതങ്ങളും അവിടെ നിങ്ങൾക്ക് കേൾക്കാം. അള്ളാഹു അങ്ങനെ നമ്മുടെ ഈ യാത്ര പരിപൂർണ വിജയത്തിലാക്കി തരുമാറാകട്ടെ. അർഹമുർ-റഹീമായ അള്ളാഹുവിന് അറിയാം ഞങ്ങൾ ഈ യാത്ര കൊണ്ട് പേരും പ്രശസ്തിയും ഭൗതികമായ ഒരു നേട്ടവും ഉദ്ദേശിക്കുന്നില്ല. എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളത് ദർസ് നടത്തലാണ്. എന്നെക്കൊണ്ട് ഓതുന്ന സഹീഹുൽ ബുഖാരി ഓതിയ സഖാഫികൾക്കൊക്കെ അറിയാം എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എനിക്ക് സഹീഹുൽ ബുഖാരി ദർസ് നടത്തലാണ്. 50 കൊല്ലം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സഹീഹുൽ ബുഖാരി ഞാൻ ദർസ് നടത്തി. ഞാനിത് പറയുന്നത് അത്രയും പ്രിയപ്പെട്ട ദർസ് ഒഴിച്ച് ഞാൻ മറ്റൊന്നിന് പോകണമെങ്കിൽ വളരെ നിർബന്ധിതാവസ്ഥയിൽ മാത്രമേ പോവുകയുള്ളൂ. ആ നിലക്ക് 10 ദിവസം ഈ കർണാടക യാത്രക്ക് വേണ്ടി ദർസുകൾ ഒഴിവാക്കി എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട അമൽ ഒഴിവാക്കി നടക്കുന്നത് തീർച്ചയായും ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ ഭീകരന്മാരല്ല, തീവ്രവാദികളല്ല, SSFന്റെ ചുളക്കുട്ടികൾ രാജ്യത്തിന്റെയും നാടിന്റെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കണം. ഇവിടുത്തെ മന്ത്രിസഭക്ക് കാണിച്ചു കൊടുക്കണം, അന്യമതസ്ഥർക്ക് കാണിച്ചു കൊടുക്കണം, സ്വാമിമാർക്കും പാതിരിമാർക്കും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ഞാൻ ഇതിന് ഇറങ്ങിയിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, ഡസൻ കണക്കിന് സയ്യിദന്മാർ അഹ്ലു ബൈത്ത് ഇവിടെ ഉണ്ട്, ആലിമീങ്ങളുണ്ട്, വലിയ പ്രശസ്തരായ വ്യക്തികളുണ്ട്, പ്രഗത്ഭരായ ആളുകളുണ്ട്. ഈ തിങ്ങി നിറഞ്ഞ സദസ്സിൽ വളരെ ചൂട് സഹിച്ച് വളരെ ബുദ്ധിമുട്ടി ചെറുപ്പക്കാരും വയസ്സന്മാരും എല്ലാ ആളുകളും തടിച്ചുകൂടിയത് ഭൗതികമായ ഒരു നേട്ടത്തിനു വേണ്ടിയല്ല, മറിച്ച് പാരത്രികമായ വിജയം കിട്ടാൻ. അതേസമയം പരലോക വിജയം കിട്ടണമെങ്കിൽ ഈ ഭൗതിക ലോകത്തും നല്ല നിലക്ക് ജീവിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് പാരത്രിക വിജയം കിട്ടുകയുള്ളൂ. പണ്ടൊക്കെ വഅദ് പറയുമ്പോൾ ആലിമീങ്ങൾ വഅദ് പറഞ്ഞിരുന്നത്, ഓ കാരണവന്മാരെ, നിങ്ങളെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കാത്ത പക്ഷം ആഖിറത്തിൽ നിങ്ങൾക്ക് പരാജയം വരും, നമ്മളെ കുട്ടികൾ പരാജയപ്പെടും. ഇതായിരുന്നു എങ്കിൽ ഇന്ന് നമുക്കത് മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങളെ മക്കൾ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും രണ്ട് വീട്ടിലും പരാജയമാണ്. അതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ പറയട്ടെ, മോളൂർ സുന്നി സെന്റർ എന്ന ഒരു സെന്റർ ഇവിടെയുണ്ട്. ആ സെന്ററിനെ വികസിപ്പിക്കുകയും ധാരാളം വിദ്യാർത്ഥികളെ ചേർത്ത് പഠിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങളെല്ലാവരും മുന്നിട്ട് ഇറങ്ങണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അതിന്റെ പ്രധാന കാര്യദർശിയായ സയ്യിദ് കുമ്പൂൽ ആറ്റക്കോയ തങ്ങളുമായി ഞാൻ 2 ദിവസം മുമ്പ് സംസാരിച്ചപ്പോഴും അദ്ദേഹവും പറഞ്ഞത്, എനിക്ക് ഒരു പക്ഷേ യോഗത്തിന് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും
ആ സ്ഥാപനത്തിന്റെ വിഷയത്തിൽ ജനങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തണം. ഞങ്ങളുടെ എല്ലാ പിന്തുണയുമുണ്ട്, നിങ്ങളുടെ എല്ലാ പിന്തുണയും വേണമെന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് മതവിദ്യാഭ്യാസം, മതഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം ഇവിടെ നിലനിർത്തുന്നതിനു വേണ്ടി നാം എല്ലാവരും അശ്രാന്ത പരിശ്രമം നടത്തണം. നമ്മുടെ മദ്രസകൾ ഒരേ ഒരു സിലബസിൽ ഏകീകൃതമായി ഇന്ത്യ രാജ്യത്ത് മുഴുവനും നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ ബോർഡുണ്ടാക്കി ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത് അതിന്റെ ഹെഡ് ഓഫീസ് ഡൽഹിയിൽ തന്നെയാണ് ഉള്ളത്. ആ ഓഫീസിന്റെ കീഴിൽ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ മദ്രസകളും ഒരേ ഒരു സിലബസിൽ ചിട്ടയോടുകൂടി ഞങ്ങൾ നടത്തി വരികയാണ്. നിങ്ങൾ അതിന് സഹകരിക്കണം. അതുപോലെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കാവൽക്കട്ട ഹദ്റത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിന് കുറ്റിയടിക്കുന്ന 2 കുറ്റികൾ എടുത്തു കൊടുത്തു. അത് വെറുതെ കൊടുത്തതല്ല, അതിവിടെ ഉണ്ടാവണം. അതിനുവേണ്ടിയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഇവിടെ എന്തെല്ലാം കാര്യമുണ്ടോ ഈ നാട്ടിൽ അതൊക്കെ ചെയ്യാൻ ആദ്യമായി ഇവിടുത്തെ പ്രമാണിമാർ, ഇവിടുത്തെ വലിയ ആളുകൾ